ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയെന്നിട്ടോ. അപ്പൊ ഇന്നെന്താ ഫുഡ് മർസി? ഇന്ന് നമുക്ക് പത്തലും ചിക്കൻ കറിയാണ്. ഉച്ചക്കുള്ള കായ് വറവ് കുറച്ച് സമയമായിട്ട് എനിക്ക് ഇത് കിട്ടുന്നിട്ടുണ്ടായിരുന്നു. ആള് മറ്റേ പൗഡറും അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഇട്ടാൻ പറ്റുള്ളത് ഇപ്പൊ ചെറുതായിട്ട് വന്നു. അപ്പൊ ഫുഡ് കഴിക്കാവാ. അപ്പൊ നെസ്മിന് ഇപ്പൊ ആദ്യത്തെ ആ ഒരു വിഷമവും കാര്യമൊന്നും ഇല്ല, അതെല്ലാം മാറിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ആ വീഡിയോ കാണുന്ന സമയത്ത് ആ ഒരു ചെറിയൊരു കളി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ കിട്ടേ മോള് ചേർലിരിക്കേ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ഇടിയും മിന്നൊക്കെ ഉണ്ട്. മഴ പെയ്യട്ടെ, മഴ പെയ്താലും നമുക്ക് മഴ പെയ്താൽ ഇപ്പൊ ഭയങ്കര ചൂടുണ്ടാവും. ഓൾറെഡി ചൂടുകൊണ്ട് നിക്കാൻ കഴിയുന്നില്ല. അല്ല, നമുക്ക് ഈ പ്രാവശ്യം വേനൽ മഴ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു പണിയുണ്ടല്ലേ. നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പോവുകയാണ് ഗൈസ്. നമുക്ക് രാവിലെ തന്നെ കുറച്ച് സംഭവം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം മടക്കി വെച്ചതാണ്. നമ്മള് നെസു ബേബി എല്ലാം കൊളാക്കിയതാണ് കേട്ടാ. അപ്പൊ അയൺ ചെയ്യാനുള്ള ബോക്സും നെസുബേബിന്റെ കുറച്ച് ഡ്രസ്സും എന്റെ കുറച്ച് ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. നദീർക്കാന ഡ്രസ്സ് എടുക്കാനുണ്ട്. നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മള് ബാഗ് പാക്ക് ചെയ്യുന്നത് നമ്മള് നെസ്ബേബിന്റെ അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്നത് നമ്മള് ലവ് ലാപ്പിന്റെ ഡയപ്പർ ബാഗ് എന്നിട്ട് നല്ല അടിപൊളി ബ്ലൂ കളറാണ് നമ്മള് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ പിന്നെ ബ്ലൂ കളർ വിട്ട് ഒരു കളിയില്ലല്ലോ. അപ്പൊ ഈ ഒരു സാധനം നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സാധനമാണ്. ഇപ്പം തന്നെ നെസ്ബേബിന്റെ 4 ഡ്രസ് ഇതില് വെച്ചു കേട്ടാ. പക്ഷെ എന്നിട്ടും ഇതൊരു കാൽഭാഗം മാത്രമായിട്ടില്ല. ഇനിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ സൈഡില് ഇതുപോലെയുള്ള 2 സംഭവം വരുന്നുണ്ട്. അപ്പൊ അതിലാണ് നമ്മള് പാൻസ് വെച്ചിട്ടുള്ളത്. പിന്നെ വെച്ചാൽ ഇവിടെ ഈ സൈഡില് 2 പണ്ട് പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തും ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ ഒരു സിബും കൂടി വരുന്നുണ്ട് കേട്ടാ. ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ ഒരു സിബും അത്യാവശ്യം നല്ല ബേബീസിന്റെ നല്ല നിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇതന്നെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സ് മോഡലാണ് സംഭവം വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വരുന്നത് നമുക്ക് ബേബിന്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്. പിന്നെ നേരെ തന്നെ മുന്നിൽ വേറൊരു സിബ് ഉണ്ട് കേട്ടോ. ആ സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചെറിയൊരു സിബ് ഉണ്ട്. അതിലാണ് നെസ് ബേബിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ പറയാ ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഹോട്ട് ആയിട്ടുള്ളത്, അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം മാത്രല്ല നെസ്ബേബിക്ക് ഇപ്പൊ അത് ആവശ്യമില്ല. പിന്നെ നമ്മള് ബേബീസിന് മിൽക്ക് ഫീഡ് ചെയ്യുന്ന പൊടി ഫീഡ് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇത് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ബേബി വൈപ്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ വൈപ്പ് എടുത്തിട്ടാകുമ്പോ വേഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ, നല്ല അടിപൊളി സാധനം. പിന്നെ അത് മാത്രല്ല ബാക്ക് ഭാഗത്തും ഒരു സിബ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലും ഒരു സിബ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക അത്യാവശ്യം മൊബൈലും അല്ലെങ്കിൽ പവർ ബാങ്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരുപാട് സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് യൂസ് ആവുന്ന ഒരു ബാഗാണ്. നമ്മളെ മദേഴ്സിന് എന്തായാലും ഈ ഒരു ബാഗ് ഉമ്മമാർക്കെല്ലാം നല്ല ഉപകാരപ്പെടുന്ന ഒരു ബാഗ് തന്നെയാണ്. അപ്പൊ ഇതാണ് ലവ് ലാപ്പിന്റെ ആണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ബാഗിന്റെ ഒന്നിച്ച് തന്നെ വരുന്നതാട്ടോ ഈ ഒരു മാറ്റ്. നമ്മുടെ ബേബിന്റെ ഡയപ്പേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മാറ്റ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആട്ടോ. ബേബീസിനെ കടത്തിയിട്ട് നമുക്ക് ഡയപ്പറെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ലീക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് ബാഗ് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരാളെ നോക്കിയേ ആള് ചിപ്സ് ചെയ്തിട്ടെ. നമ്മള് നാളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിപ്സ് ഇഷ്ടമാണല്ലേ നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആ ചിപ്സ് വാങ്ങിയിട്ടുണ്ടായി. അത് കണ്ടിട്ട് ബേക്കറി ഐറ്റംസ് ഈ ഒരു സാധനം മാത്രമേ ചിപ്സ് മാത്രമേ വീഡിയോയില് നമ്മൾ ചിപ്സ് കൊടുക്കുന്ന കാണിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ചിപ്സ് കൊടുക്കുന്ന കാണിക്കുമ്പോ എന്തായാലും ബാഡ് കമന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ എവിടെ പോകുന്നു പറഞ്ഞിട്ടില്ല. ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നെസുബേബിന്റെ ഡ്രസ്സും കാര്യം എടുത്തു വെക്കുന്നതേ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. എവിടെ പോകുന്നത് എന്താന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല.
നമ്മള് പോകുന്നത് കൊയിലാണ്ടി ആട്ടോ. കൊയിലാണ്ടിയാണ്. അപ്പൊ മർസിക്ക് ഒരു വർക്ക് വരുന്നുണ്ട് കൊയിലാണ്ടിയില്. നമ്മളെ കണ്ണൂര് ഞായറാഴ്ച വർക്ക്. നമ്മള് കണ്ണൂർ വിട്ടിട്ട് ഫസ്റ്റത്തെ ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് പോകുന്ന സമയത്ത് എന്താ പറയാ, എന്തായാലും ഒരു ട്രാവലിംഗ് വ്ളോഗ് പോലൊക്കെ എടുക്കാന്നൊക്കെ ഒരു പ്ലാനിലാണ് ഉള്ളത്. കാരണം നമ്മള് വണ്ടി വന്നതിന് ശേഷം നമ്മള് ട്രാവലിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അത് മാത്രല്ല നമ്മള് ബ്രൈഡ് എന്ന് പറയുന്നത് നമ്മളൊരു സബ്സ്ക്രൈബർ കൂടിയാണ്. നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ്. അവര് നമ്മളെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മള് ശനിയാഴ്ച എന്തായാലും അവിടെ ഉണ്ടാവും. ഞായറാഴ്ചയും നോക്കല്ലേ, നമ്മള് സമയം കാര്യങ്ങളും നോക്കിട്ട് നമ്മളവിടെ പങ്കെടുക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റില് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ബാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മർസിന്റെ ഈ ഒരു മേക്കപ്പിന്റെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാ. പിന്നെ സാധനം ഒന്നും മിസ് ആയിട്ടില്ലല്ലോ. ഞാൻ അവിടെ എത്തിയിട്ട് അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുകയും ചെയ്യില്ലേ? എന്റെ മേക്കപ്പിന്റെ സംഭവം ആ ഒരു ബാഗിലല്ലോ. അത് ആരെടുക്കാനും പിടിക്കാനും ഒന്നും പോക്കൊന്നുമില്ല. അത് എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സാധനം. ആരും അതെന്റെ എല്ലാം സേഫ് ആയിട്ട് ഉണ്ടാവും വിചാരിക്കുന്നത്. എന്നാലും ഒന്ന് ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്തേക്കാം അല്ലെ. നെസു ബേബി എന്താ ചെയ്യുന്നേ? സാധനം ഇട്ടാ നേരത്തെ എനിക്ക് വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഡ്രസ്സ് എന്തെല്ലാം എടുക്കണ്ടേന്നെല്ലാം എടുത്തു വെച്ചോട്ടാ. ആദ്യം പണ്ടെല്ലാം ഇപ്പൊന്ന് വിചാരിച്ചാല് പണ്ടെല്ലാം പറഞ്ഞാൽ ഫസ്റ്റ് എന്താ എടുത്തു വെക്കുക. ഇപ്പൊ മോളതിന് ശേഷം ഫസ്റ്റ് മോളെ എടുത്തു വെക്കും. പിന്നെ എന്റെ തൊഴിൽ ഒന്നുമില്ല, എന്റേത് എടുത്തു വെക്കും. ഇല്ല ഇപ്പൊ നദീർക്ക് എന്താ പറയാ, നദീർക്കാന്റെ എടുത്തു വെച്ച് കഴിഞ്ഞാല് പറയും നീ എന്റെ അത് എടുത്തിട്ടില്ല ഇത് എടുത്തിട്ടില്ല അതെല്ലാം എടുക്കണ്ടി വേറെ സാധനം എടുക്കണ്ടി എന്നല്ല പറഞ്ഞ പരാതിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ പാപ്പാന്റെ ഒന്നും എടുത്തു വെക്കില്ലല്ലോ ഉമ്മി. ഇല്ലല്ല ഇല്ല ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചെന്നല്ലേ ഞാൻ. ഇല്ല ഒന്നും എടുത്തു വെക്കില്ലാന്ന് നമ്മള് പറയുന്നത്. ബാപ്പിമോള് ടീമായല്ലേ? പിന്നെ ബാപ്പിമോള് ഇപ്പൊ ടീമല്ലേ? ഇവരിപ്പോ ടീമാ. നമ്മ ഫീഡിങ് നിർത്തിയതിന് ശേഷം ഇവർ രണ്ടാളും ഭയങ്കര ടീമാണ്. ഏത് ബ്ലാക്ക് ബാഗാ? പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു കമന്റ് ഉണ്ടായിട്ടാ, നമ്മള് എങ്ങനെയാണ് ഫീഡിങ് നിർത്താന്ന് വെച്ചിട്ട്. ഒരാളിടാൻ ഇത് തുറക്കുന്നില്ല മോളെ. ഫീഡിങ് എങ്ങനെ നിർത്താൻ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിർത്തിയതല്ലേ. നെസു ബേബിന് മെയിൻ ആയിട്ടില്ലേ പകല് ഫീഡ് ചെയ്യലെല്ലാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. ഓളെ നൈറ്റ് ഫീഡിങ് ആണ്. അതായത് ഉറക്കിൽ ഇടക്കിടയ്ക്ക് അതായത് എന്തായാലും ഒരു 4-5 വട്ടം ഓള് ഉറക്കിൽ എണീക്കും. നല്ല ഉറക്കുള്ള ദിവസമാണെങ്കിൽ മാത്രം ഓള് 1-2 വട്ടം അങ്ങനെ ഫീഡ് ചെയ്തിട്ട് ഉറങ്ങും. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട്. നമ്മള് രാവിലെ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. ഏകദേശം ഒരു നേരം മാത്രമാക്കി മാറ്റി. പിന്നെ രാത്രിയാണ് ഇവിടെ ഫീഡിങ് ഉണ്ടായത്. എങ്ങനെ നിർത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആര്യവേപ്പിലില്ലേ, ആര്യവേപ്പിലിന്റെ നീര് നമ്മൾ ബ്രസ്റ്റിന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു വട്ടം മാത്രം ഇവർ വായിൽ വെക്കും. പിന്നെ മേലാട്ട് വായിൽ വെക്കൂല. അത് നെസോന് എന്താ പറയാ, അത് ഓർക്കുമ്പോ തന്നെ ഒയക്കല ഉണ്ടായിന്. ഉമ്മാന്റെ ഇങ്ങനെ ചിച്ചി ആയിന്ന് ഇങ്ങനെ പറയുമ്പോ തന്നെ നെസു ബേബി ഇങ്ങനെ ഒയപ്പ് വരും. ഉവ്വായിന്ന് അറിയാം, കയ്പാണ് ഭയങ്കര കയ്പ്. അപ്പൊ ആ ഒരു വട്ടം ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ആ ഒരു സംഭവം സ്റ്റോപ്പ് ആയിന് ആ നൈറ്റിലും. പിന്നെ ഇപ്പൊ ആള് നൈറ്റ് നമ്മൾ ആ ഫീഡ് ചെയ്യുന്ന ആ ഒരു ടൈം ആകുമ്പോ എണീക്കും കേട്ടോ. പക്ഷെ എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുക്കൂ, എന്നിട്ട് ആള് കിടന്നുറങ്ങിക്കോളും. പ്രശ്നമൊന്നുമില്ല, ഡ്രസ്സും കാര്യങ്ങളും ഈ ഒരു ബാഗിലാണ് നമ്മള്. നെസുവിന്റെ ഒരു ഡ്രസ്സും പിന്നെ എന്റെ ഡ്രസ്സും അതില് വേണ്ട. ഇത് നമുക്ക് പോകുമ്പോ ഇടേണ്ട ഡ്രസ്സാണ്. ഇപ്പൊ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കല്യാണത്തിന് ഇടേണ്ട. ഞാൻ ഇത് മസീഫിന്റെ കല്യാണത്തിന് മാത്രം ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇനി ഈ ഒരു കല്യാണത്തിന് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നുണ്ട് കളിയല്ലേ. പിന്നല്ല. അപ്പൊ നമ്മള് ബാഗ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ മർസിന്റെ ഉമ്മ എപ്പോഴാ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മർസിന്റെ ഉമ്മ വന്നിട്ട് കാതുത്തിയാ പോരെന്ന് ഒരാള് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായി. നമ്മള് എന്താ പറയാ പെട്ടെന്ന് എങ്ങനെ നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്ത് നമ്മള് കൊറേ നാളെ ഇങ്ങനെ കാത്തുനിന്ന് ചെയ്തല്ലേ അല്ലേ കൺമശി ഇട്ടിട്ട്. അപ്പൊ മർസിന്റെ ഉമ്മ വരുന്നത് ഈ മാസം 29-ാം തീയതി കേട്ടോ. അല്ല 29-ന് ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞോ. കണ്ണൂരിന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യം കോഴിക്കോട്ടേക്ക് നോക്കാന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ അത് കണ്ണൂരേക്ക് തന്നെ മാറ്റി തോന്നുന്നു. നമുക്ക് രാവിലെ 10 മണിക്ക് പോകണ്ടല്ലേ റൂം നോക്കണം. പിന്നെ ചെറിയ ചെറിയ പണിയിലുണ്ട്. അത് ഇൻഷാല്ലാ നമ്മള് പോകുന്ന സമയത്ത് അടുത്ത ദിവസത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്താം. നീ എന്താ പറയുന്നത്? മുമ്പെന്തോ ആരെന്തോ പറഞ്ഞു
എന്ന് പറയാനോ വിചാരിച്ചു മറന്നുപോയി. അതിന്റെ ഇടയിൽ ഞാൻ കയറി ഞാനൊന്ന് റിവേഴ്സ് ചെയ്യണ. ഉമ്മ പിച്ചിപ്പിയൊന്നും ഇട്ടിട്ടില്ല മോളെ, ഓളെ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് വിചാരിച്ചിട്ട് അതൊക്കെ. അപ്പൊ നമ്മള് ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ അനസ് ബേബിന് ഇങ്ങനെ കാത് കുത്താൻ. അപ്പൊ ഉമ്മ പറഞ്ഞ ആ കുഴപ്പമില്ല കുത്തിക്കോന്ന് പറഞ്ഞോണ്ട് പിന്നെ അങ്ങനെ നമ്മള് കാരണം ഫസ്റ്റ് നമ്മള് കുത്താൻ വേണ്ടി പോകുമ്പോ ഉമ്മ ഒരു കണക്കിന് നമ്മ പെരുന്നാണ്ട് ആ ഒരു സമയത്ത് കുത്താത്തത് ഭയങ്കര ലക്ക് തന്നെയാട്ടാ. പിറ്റേ ദിവസം നല്ല ഇതായിരിക്കും, ആള് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നെസോന് നല്ല ഉറക്കം വന്നിട്ടാ. ഇനി നെസോന് പാട്ട് ദിക്റ് ചൊല്ലിട്ട് ഉറക്കണം അല്ലേ? ഉറക്കേണ്ടത് പാപ്പിയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉറങ്ങലെല്ലാം ഉണ്ട്. ഉറക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമ്മള് ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന വീഡിയോ, പിന്നെ അതിനുശേഷം ബ്രൈഡിൽ അവരിൽ എങ്ങനെ വീഡിയോയിൽ നിൽക്കുന്നില്ലെന്ന് അറിയില്ല, വ്ളോഗിൽ എടുക്കുന്ന സമയത്ത് അല്ലേ. ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.